ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കുറച്ച് സന്തോഷ മൊമെൻറ്റുകൾ കാണിച്ചു തരാം. ഹാപ്പി മൊമെൻറ്റ്സ്. ഇതൊക്കെ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഐറ്റംസാണ്. നിങ്ങളെ ദുആ കാരണം സപ്പോർട്ട് കാരണം കേട്ടോ എനിക്കിങ്ങനെയൊക്കെ പാക്കിംഗ് അല്ല ഓർഡറൊക്കെ കിട്ടിയത്. ഇതൊക്കെ നമ്മൾ ഇന്ന് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യേണ്ട ഐറ്റംസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ കാലമായിട്ട് എന്നോട് ചോദിക്കുന്ന കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. നമ്മളെ മറിയപ്പെണ്ണിൻ്റെ കൈക്കൊരു ചെറിയൊരു ഫ്രാക്ചർ പറ്റി. ഞാനില്ലാത്ത ടൈമിൽ ഷോക്കേസ് പിടിച്ച് കയറാൻ നോക്കിയപ്പോൾ ഒന്ന് വീണതാണ്. വലിയ പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് സുഖമാവാൻ എല്ലാവരും ദുആ ചെയ്യട്ടോ. ഇതാണ് കേട്ടോ മാക്സി ബിറ്റ് പറയുന്നത്. 3.2 അതായത് 3.20 ഉണ്ട്. ഇത് നോർമൽ കോട്ടൺ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതുവരെ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ കൊടുത്തിട്ടൊന്നും ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നില്ല. അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. പലയിടത്തും പല റേറ്റാണ്. 3.20ലാണ് ഫുൾ ലെങ്ത്തും പിന്നെ ഒരു 3/4 സ്ലീവ് കിട്ടുന്ന രീതിയിലും ചെയ്യുന്നത്. ഡബിൾ XL ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യലുണ്ടായിരുന്നു. എനിക്ക് കട്ടിങ്ങൊക്കെ അറിയാം, സ്റ്റിച്ചിങ് അറിയാം, പക്ഷേ ഭയങ്കര പേടിയാണ് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും. സത്യത്തിൽ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങളെ തന്നെ പേടിക്കുന്നത്, വേറെ ആരെയല്ല. നിങ്ങളെ സെൽഫായിട്ട് തന്നെ പേടിക്കുന്നത്. ഇപ്പോൾ ഒരു ഐറ്റം, ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരാളിപ്പോൾ നിങ്ങൾക്കൊരു ചുരിദാർ കൊണ്ടുതരാം, നിങ്ങൾക്ക് കട്ടിങ്ങൊക്കെ അറിയാം, നിങ്ങളുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യും. പക്ഷേ ആ ഒരു മെറ്റീരിയൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താവുകയാണ്, ബോധം പോവുക. എനിക്കത് പറ്റൂല, എന്നെക്കൊണ്ടത് പറ്റൂല. പക്ഷേ പറ്റുമെന്ന് ഒരിക്കലും നിങ്ങൾ പറയുന്നില്ല. ചിലപ്പോൾ ഈ ഒരു മെറ്റീരിയലിനൊരു പോയാലും 1000 അല്ലെ 2000 പോട്ടെ. ചിലപ്പോൾ അത് ചില ആൾക്കാർക്ക് എഫേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ചില ആൾക്കാർക്ക് അത് എഫേർട്ട് ചെയ്യാൻ പറ്റില്ല തിരിച്ചു കൊടുക്കാൻ. പക്ഷേ നമ്മൾ എന്താക്കണം എന്ന് വെച്ചാൽ, ഒരു ഡിസൈനർ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ആളായാലും, ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, ആ ഒരു പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ കണ്ടെത്തണം. എങ്ങനെയെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തണം നമ്മൾ. ഇപ്പം ഈവൻ എനിക്ക് പോലും, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും ഇത്രയും ഞാൻ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പോലും തെറ്റ് പറ്റലുണ്ട്. 2 കഴുത്ത് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് പോക്കുന്നുണ്ട്. ചിലപ്പോൾ ഒക്കെ നമുക്ക് 4-5 പീസുകളൊക്കെ ഒന്നായിട്ട് കട്ട് ചെയ്യേണ്ട അവസ്ഥ വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒന്നായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴുത്ത് ചിലപ്പം ബേക്കും മുന്നും മാറ്റിയും കട്ട് ചെയ്യേണ്ടത് ഒന്നായിട്ട് തന്നെ കട്ട് ചെയ്യും. അപ്പം എനിക്കൊരു എന്താ പറയുക, കസ്റ്റമർക്ക് ഇപ്പോൾ റിട്ടേൺ എമൗണ്ടും കൊടുക്കാൻ കഴിയില്ല, കസ്റ്റമറോട് വേറൊന്നും പറയാൻ കഴിയില്ല, നമ്മളെ കയ്യിൽ നിന്ന് പൈസയും പോകും. അപ്പം ഞാൻ എന്താക്കും, അത് മെല്ലെ അവിടെ വെക്കും. എന്നിട്ട് ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെയെങ്കിലും സൊല്യൂഷൻ കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഇരിക്കും. എന്നിട്ടൊന്ന് ചിന്തിക്കും എന്താക്കണം, കസ്റ്റമർക്ക് എങ്ങനെയെങ്കിലും അതിൽ ബെറ്ററായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്കൊരു പറ്റിയൊരു ഇൻസിഡൻ്റാണ്. ബേക്കും കൂട്ടി കട്ട് ചെയ്തു, ഫ്രണ്ട് ബേക്കും കൂടി കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ പീസും ബേക്കിലത്തെ പീസിനും ഒരേ സൈസ് നെക്ക്. അപ്പം ഞാൻ എന്താക്കി, ബേക്കിലത്തെ പീസിൻ്റെ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, ആ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് നെക്ക് വെക്കുന്ന ഭാഗത്തേക്ക് ആ ഒരു പീസിന് അവിടെ ഒരു ലേസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി. പക്ഷേ കസ്റ്റമർ ഹാപ്പി, നമ്മളും ഹാപ്പി. നമ്മളെടുത്തുനിന്ന് ഇപ്പോൾ കുറച്ച് പൈസ അതിന് ചിലവായി വെച്ചോട്ടെ, പോട്ടെ. പക്ഷെ എന്നാൽ നമുക്ക് ലാഭത്തിനേക്കാളും എന്താണ്, കസ്റ്റമറെ ഹാപ്പിയാണ് മസ്റ്റ്, കസ്റ്റമറെ ഫീഡ്ബാക്കാണ് മസ്റ്റ്. കാരണം ആ ഒരു ലാഭത്തിനേക്കാൾ ഇരട്ടി ലാഭം ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് കൊണ്ടുതരാൻ. നമ്മളെ വർക്ക് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർ തന്നെ പിന്നും വരും, എനിക്ക് ഇന്ന് ചെയ്ത വർക്കെല്ലാം ഇഷ്ടമായി, ഇനി ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ് വരുന്നത് നമ്മൾ തന്നെ ചിന്തിക്കുക, നമ്മളന്ന് ചെയ്തത് ഇപ്പം ഞാനത് ഗീവ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവേനും, ഇങ്ങനൊരു കസ്റ്റമറും ഉണ്ടാവില്ല, ഇങ്ങനൊരു ഭാവി ഉണ്ടാവില്ല. അപ്പം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, എന്ത് എനിക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് പറ്റും നിങ്ങൾ ചിന്തിക്കുക. അല്ലാണ്ട് ഭയങ്കര ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും വലിയ ടാസ്ക് ഏറ്റെടുക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഡ്രസ്സ് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുക, നിങ്ങൾ തന്നെ കട്ട് ചെയ്യുക, നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതിലൂടെ പഠിച്ച് എടുക്കുക. അല്ല, നിങ്ങളുടെ ഡ്രസ്സൊക്കെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് വേറൊരാളെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പേടിയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരാളെ ഡ്രസ്സ് വാങ്ങി നോക്കുക, എന്നിട്ട് ചെയ്ത് നോക്കുക. അതായത് പുറത്തങ്ങ് ദൂരെയുള്ള ആളല്ല, നിങ്ങളെ റിലേറ്റീവ്സോ നിങ്ങളെ അനിയത്തി അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ഡ്രസ്സാവാത്തത്, നിങ്ങളുമ്മാൻ്റെതോ അല്ലെങ്കിൽ നിങ്ങളെ ഏട്ടത്തി അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ,
എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഡ്രസ്സാന്നേരം നമ്മളെങ്ങനെയെങ്കിലും കാട്ടി കൂട്ടിയിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക, അതല്ലേ സത്യം. അങ്ങനെ ചെയ്യാതെ നിങ്ങളെ ഏട്ടത്തി അനിയത്തി അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് ഐറ്റം വാങ്ങി സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാ നേരം നിങ്ങൾക്ക് എന്താവും, ചെയ്യുന്ന സമയത്തും നമ്മളൊന്നും കൂടി ബെറ്റർ ആവാൻ ശ്രമിക്കും. പിന്നെ അത് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാതെ ബെറ്ററായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ഞാനെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ കുറേ ആൾക്കാർ തന്നെ ഉണ്ട്. എനിക്കിപ്പോൾ വന്ന വർക്കേഴ്സല്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് തന്നെ ഞാൻ കണ്ടുപിടിച്ച ആൾക്കാരാണ്. അവരെ ഞാനായിട്ട് പഠിപ്പിച്ചിട്ട് നമ്മളെ കൂട്ടത്തിൽ ചേർത്തതാണ്. അവർ സ്വന്തമായിട്ട് അവരുടെ ഡ്രസ്സ് പോലെ സ്റ്റിച്ച് ചെയ്യില്ല. അവർക്ക് ആകെ അറിയുന്ന സ്റ്റിച്ചിങ് അറിയാം, ബേസിക് അറിയാം, പക്ഷെ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലേനു. അങ്ങനെ ഞാൻ അവരെൻ്റെ കൂട്ടത്തിൽ നിർത്തിയപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യം, നമുക്ക് ബേസിക്ക് മാത്രമേ അറിയുള്ളൂ, ഒരു സിബ് പോലും വെക്കാൻ അറിയില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പം അവർക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കേണ്ട താമസമുള്ളൂ, അവർ സ്റ്റിച്ച് ചെയ്ത് തരും. കാരണം അവർക്ക് ആ കോൺഫിഡൻ്റ് ഉണ്ട്, കാരണം അവർ വേറൊരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ എപ്പോഴും എന്തൊരു നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അവരത് ഒന്നും കൂടി ബെറ്ററാക്കി എടുക്കാൻ ശ്രമിക്കലുണ്ട്. ഇപ്പം അവർക്ക് ഹൈഡിങ് സിബൊക്കെ വെക്കുന്ന എന്താ പറയുക, എന്തോ ചെറിയൊരു സൂചിയിൽ നൂല് ഓർക്കുന്ന അത്രയും ലാഘവത്തിലാണ് അവർ ചെയ്യലുള്ളത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, എനിക്ക് അതിലൊരുപാട് ഹാപ്പി ആട്ടോ. അവരിപ്പോൾ പറയാറ് ഓരോ ഡ്രസ്സ് തന്നെ ഓരെന്നെ സ്റ്റിച്ച് ചെയ്യും, ഇപ്പോൾ വേറെ പുറത്തുനിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കലുണ്ട് എന്നൊക്കെ പറയുന്നൊരു ഹാപ്പിയാണ്. നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ആൾക്കാരാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു എന്താ പറയുക ബെനിഫിറ്റാണ് അത്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് പുറത്ത് കൊടുക്കാതെ നിങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, നിങ്ങളെ മക്കൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സ് എന്താ പറയുക, നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോട് പറ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഓരെന്താക്കുക, നമ്മളെ നാവില്ലേ പഠിച്ചോ, നാവ് നല്ലതിനും ചീത്തതിനും യൂസ് ചെയ്യുക. അപ്പോൾ നല്ല കാര്യത്തിന് അവരോടൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഞാൻ ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല ഹൈപ്പിലിട്ടിട്ട് അവരുടെ അടുത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈം എടുത്ത് തന്നെ ചിന്തിക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ ഓരോന്ന് ചിന്തിച്ച് ചെയ്യുക. അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാൻസിൽ നിങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, കട്ട് ചെയ്യുന്നതിനെ പറ്റിപ്പോയെന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനും കാണുക. സൊല്യൂഷൻ കണ്ടിട്ട് അതവിടെ തിരുത്തുക. ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയാലും നമ്മൾ സൊല്യൂഷൻ കാണുക, സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അവർക്ക് ബെറ്ററായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കട്ടിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, പക്ഷേ എനിക്കത് ഇടാനുള്ളൊരു ടൈം കിട്ടില്ല. ഇന്നിപ്പോൾ അത് ടൈം 12:30 കഴിഞ്ഞ് തോന്നുന്നു, രാത്രി 12:30 കഴിഞ്ഞ്. മോനൊന്നും ഉറങ്ങിക്കില്ല, അവൻ എൻ്റെ വരവ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന് വെച്ചാൽ സെൻറ്റർ സിബ് വരുന്ന ഒരു മോഡലാട്ടോ. വാവ പോയി കിടന്നു, വാ ചെല് പോയി കിടക്ക്, ഉമ്മി വരാം അവനവിടെ നിൽക്കട്ടെ, നമുക്കിത് പറഞ്ഞു തീർക്കാം. സെൻറ്റർ സിബ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കലുണ്ട്, നിങ്ങൾ ഏത് മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്യൽ, 290 എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. മാക്സി ബിറ്റാണ്. 290 ഫുൾ ലെങ്ത്ത് കിട്ടൂല. ഫുൾ ലെങ്ത്ത് കിട്ടിയാൽ തന്നെ അത് ഹാഫ് സ്ലീവ് ആയിപ്പോവും. ഹാഫ് സ്ലീവ് ആയാൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, അധികം മുസ്ലിംസാണ് എനിക്ക് കസ്റ്റമേഴ്സ് ഉള്ളത്. പിന്നെ മുസ്ലിംസ് മാത്രമല്ല കേട്ടോ, എല്ലാ റിലീജിയനുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ അധികം ഈ 3/4 യൂസ് ചെയ്യുക എന്ന് പറയുന്നത് മുസ്ലിംസ് ആണല്ലോ. അതിന് അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് വേറൊരു ചിന്തയിൽ പറഞ്ഞല്ല. എല്ലാ റിലീജിയനിലുള്ള ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിട്ട് വാങ്ങിക്കലുണ്ട് ഡ്രസ്സൊക്കെ. ചില ആൾക്കാർക്ക് ഹാഫ് സ്ലീവ് മതി, ചില ആൾക്കാർക്ക് ഫുള്ള് വേണം. ഈവൺ ഏത് റിലീജിയനിലായാലും അവർക്ക് ചിലപ്പം പറയും മുക്കാല് വേണം, അല്ലെങ്കിൽ ഹാഫ് മതി. അങ്ങനെയൊക്കെ കുറേ ആൾക്കാരായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുത്തുന്നുണ്ട്. അപ്പം നമുക്ക് മുക്കാല് കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു 54 ലെങ്ത്തിലുള്ള ഇതൊരു കസ്റ്റമർ ഓർഡറാണ് കേട്ടോ. ഇതേ സെയിം മോഡൽ 3 എണ്ണം ഞാനിപ്പോൾ സിംഗിളായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാണ്. വാവേ സിംഗിളായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സെൻറ്റർ സിബാണ്. സെൻറ്റർ സിബ് എന്ന് പറയുന്നത് നമ്മൾ പൊക്കിള് വരെ സിബ് വാവ ഇപ്പോൾ കഴിയും, പൊക്കിള് വരെ സിബ് വരുന്ന രീതിയിലാട്ടോ ഇത് ഞാൻ കട്ട് ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം. എന്നാലും ഞാൻ സ്റ്റിച്ചിങ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ പറഞ്ഞു തരാം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ, അപ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇത് 3:30 അല്ല 3:20ൻ്റെതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൽ ഇതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷൻ പറഞ്ഞു തരാം.
കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാൽക്കുലേഷനൊന്നുമല്ല, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ആ കാൽക്കുലേഷൻ കാണിച്ചത്. ഇതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 55 ആണ്. യോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 11 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത് വരാൻ. ടോട്ടൽ ലെങ്ത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 55 കിട്ടണം. അതിപ്പോൾ ഓരോരുത്തർക്ക് എത്ര ആണോ ലെങ്ത്ത് വേണ്ടി അതനുസരിച്ചിട്ട് എടുത്തോ. സെൻറ്ററിൽ ഇങ്ങനെ സിബ് വരും, അതായത് യോക്ക് ഏരിയയെന്നും ബോട്ടം ഏരിയയെന്നും കൂടെ ആയിട്ടാണ് സിബ് വരാൻ. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റിങ്ങിൽ നമ്മൾക്ക് 1/2 ഇഞ്ച് കൊടുക്കണം, പിന്നെ മടക്കി അടിക്കാൻ ലാസ്റ്റിൽ 1 ഇഞ്ചും കൊടുക്കണം. അപ്പം ഞാൻ എങ്ങനെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു തരാം കേട്ടോ. 55 ടോട്ടലായിരിക്കും, അതിൻ്റെ കൂടെ 1 ഇഞ്ച് മടക്കി അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് യോക്ക് പാർട്ടും പിന്നെ ആ ഒരു ബോട്ടം ഏരിയയും കൂടി ജോയിൻറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കുക 1.5 ഇഞ്ച് എടുക്കുക. അപ്പോൾ 56.5. നിങ്ങൾ കൺഫ്യൂഷൻ ആവില്ല, ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് കേട്ട് നോക്കട്ടോ, അപ്പം മനസ്സിലാവും. 56.5 എന്ന് പറയുന്ന മെഷർമെൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് കട്ട് ചെയ്യാനുള്ളതല്ല, നമുക്ക് ബോട്ടം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ 56.5 എന്ന് പറയുന്നത് കാൽക്കുലേഷൻ അവിടെ വെച്ചത്. ബോട്ടം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 56.5 എന്ന് ആക്ച്വലായിട്ട് നിങ്ങൾക്ക് എത്ര ആണോ യോക്ക് വേണ്ടിയത് ആ യോക്ക് മൈനസ് ചെയ്യാം. അതായത് 56 മൈനസ് എത്ര ആണോ ആക്ച്വൽ യോക്ക് വേണ്ടിയത് അത് മൈനസ് ചെയ്യാം. നമുക്ക് വേണ്ടിയത് ഇപ്പോൾ ആക്ച്വലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 11 ഇഞ്ചാണ് യോക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ അതുമൊന്ന് മൈനസ് ചെയ്യുക. ഇനി നമുക്ക് ബോട്ടം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 56.5 എന്ന് 11 ഇഞ്ചസ് മൈനസ് ചെയ്താൽ കിട്ടുന്ന മെഷർമെൻ്റാണ് എന്ത് 45.5. ഞാനിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടാട്ടോ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ കാണിക്കുന്ന മെഷർമെൻ്റ് ആയിരിക്കില്ല ഞാൻ പറയുന്ന മെഷർമെൻറ്റ്. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. 45.5 ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, ബോട്ടം ഏരിയ കിട്ടേണ്ടത്. അത് നമ്മൾ എന്താക്കുക കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. 45.5 ആണ് എന്ത് കട്ട് ചെയ്യേണ്ട മെഷർമെൻറ്റ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്ക് എത്ര കട്ട് ചെയ്യണം, അത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് നമുക്ക് എത്ര ആണോ യോക്ക് കിട്ടേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടും. അപ്പോൾ കിട്ടുന്ന മെഷർമെൻ്റാണ് 12 ഇഞ്ചസ്. 12 ഇഞ്ചസാണ് നമ്മൾ എന്തിനെടുക്കാൻ, യോക്ക് ഏരിയ കട്ട് ചെയ്യാൻ എടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു യോക്ക് ഏരിയ ഇല്ലേ അത് കട്ട് ചെയ്യാൻ എടുക്കുക 12 ഇഞ്ചസാണ് കേട്ടോ. ഇനി നമുക്ക് കട്ടിങ് വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കാണാം കേട്ടോ. ഇതിപ്പം ഞാൻ ഫോൾഡ് ചെയ്തതാണ് കേട്ടോ. ഇത് 2 ഫോൾഡാണ്. നമ്മൾ ഏതൊരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഉൾഭാഗം ഉള്ളിലോട്ടേക്ക് തന്നെ വെക്കുക. പുറം ഭാഗമില്ലേ ആ ഭാഗം മാത്രം മാർക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക. കാരണം നമ്മൾ ചോക്കിൻ്റെ കലകളൊന്നും പെടാതിരിക്കാനാട്ടോ. നമുക്കിനി മെഷർ ചെയ്യുക 45.5 ആട്ടോ വേണ്ടിയ. അപ്പോൾ ടാപ്പ് എടുത്തിട്ട് നമ്മൾ 44 അത് പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഒന്നാമത്തെ പേടി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്തായാലും നിങ്ങളെ റെസ്പോൺസ് പോലെ ഇരിക്കും എൻ്റെ വീഡിയോ. ഇൻഷാ അല്ലാഹ് എന്തായാലും ബെറ്റർ ആക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിന്ന് 45.5 നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 4 ഫോൾഡ് ഉണ്ടാവും കേട്ടോ, അതാണ് ഞാൻ പറയാൻ വരുന്നത്. 4 ഫോൾഡായിട്ടാണ് ഉണ്ടാവുക. ബാക്കിലും മുന്നിലും പ്ലീറ്റ് ഇട്ടിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് നമ്മൾ 4 ഫോൾഡായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണോ നമുക്ക് വേണ്ടിയത് അത് ഞാൻ എന്താക്കിയിട്ടുണ്ട്, കറക്റ്റായിട്ടാണ് വെച്ചത്. ഇനിയിപ്പോൾ അത് എത്രയാണെന്നുള്ളത് കറക്റ്റ് 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എനിക്കിപ്പോൾ 45.5 വേണ്ടിയത്. നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടിയത് അത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ 2 പ്രാവശ്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. എത്രയും കൂടുതലുണ്ടോ എല്ലാ ഭാഗമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലാതെ ഇപ്പോൾ കട്ട് ചെയ്യുന്നേരം ചിലപ്പോൾ ഒരു ഭാഗം കൂടുതൽ ചിലപ്പോൾ ഒരു ഭാഗം കുറവ്, അതൊന്നും ആവശ്യമില്ല. നമ്മൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് കട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫോൾഡിങ് ആയിട്ടുള്ളതല്ലേ, 2 ഭാഗത്തേക്കും വേണ്ടേ, ബേക്കും മുന്നും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സെൻറ്ററും കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് 45.5 ലെങ്ത്ത് എടുത്തിട്ട് അത് കട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടാവില്ലേ, അതിൽ ബാക്കി വരുന്ന ഭാഗം നമുക്ക്
യോക്ക് ഏരിയക്കും സ്ലീവിൻ്റെ എഡ്ജിലോട്ടേക്കുള്ള ഭാഗവും ഒക്കെ അതിൽ നിന്നാണ് കിട്ടാൻ. ഒരു ഭാഗം പോലും നമ്മൾ അതുമെന്ന് വേസ്റ്റ് ആക്കൂല കേട്ടോ. ഇങ്ങനെ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് വേസ്റ്റ് ആവൂല, നമുക്കെല്ലാം കിട്ടണ്ടേ. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അവിടത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്യുക. സെൻറ്റർ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് സിബ് താഴ്ഭാഗത്തേക്കും വരുന്നതല്ലേ, നല്ല ലോങ് ആയിട്ട് സിബ് ഉള്ളതാണിത്. അപ്പോൾ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 7 ഇഞ്ചോ എത്രയാണോ നമ്മൾ യോക്ക് എടുക്കുന്നത് അതിൻ്റെ കണക്കാക്കിയിട്ട് വേണം കേട്ടോ സിബിൻ്റെ എടുക്കാൻ. ഇപ്പോൾ 14 ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ യോക്ക്, അപ്പോൾ നമ്മൾ കുറച്ചൊരു 3 അല്ലെ 2 ഇഞ്ച് മാത്രമേ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 14 ഇഞ്ചിന് സാധാരണ നമുക്ക് താഴത്തേക്ക് വേണ്ട. ഇതിപ്പോൾ 11 ഇഞ്ച് ആയതുകൊണ്ടാണ് സിബ് ലെങ്ത്ത് വേണ്ടിയത്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് ഒരു 7 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഞാൻ എന്താക്കി കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി ആവശ്യമുണ്ടായിട്ട് ഒരു 10 ഇഞ്ചെങ്കിലും, 10 അല്ല ഒരു 8 ഇഞ്ചെങ്കിലും കട്ട് ചെയ്തു. അത് അന്നേരം നല്ല ലോങ് സിബ് കിട്ടും. ഇവിടെയാണ് സിബ് വെക്കാൻ, ഇവിടെയും നമ്മൾ യോക്ക് ഏരിയ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ട് ആ സിബ് വെക്കാൻ. ഇത് 2 ഭാഗത്തുണ്ട്. ഞാനൊരൊറ്റ നാട്ടോ കട്ട് ചെയ്തത്, ഒരു പീസ് മാത്രമേ ഞാൻ കട്ട് ചെയ്തുള്ളൂ. അത് മറ്റേത് ബാക്കിലത്തെ പീസാണ്, അത് ഞാൻ കട്ട് ചെയ്തില്ല കേട്ടോ. അത് നമുക്ക് ബാക്കിലേക്ക് നോർമലായിട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് ഞാൻ ബാക്കും ഫ്രണ്ടും പ്ലീറ്റ് വെച്ചിട്ടുള്ള കേട്ടോ ചെയ്യുന്നത്. ചില ആൾക്കാർ എയർലൈനായിട്ട് ചെയ്യും. നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്, കട്ട് ചെയ്തതെന്ന് വെച്ചാൽ പ്ലീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും, ഒരു നോർമൽ ഡെയിലി വെയർ വിട്ടിട്ട് ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്ക് ഏരിയ എത്ര കിട്ടും, എങ്ങനെയൊക്കെ ആണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ചെക്ക് ചെയ്യാനൊന്നുമില്ല, നമ്മൾ വിചാരിച്ച ലെങ്ത്തിൽ തന്നെ ഇതിൽ കിട്ടും. ചില മെറ്റീരിയൽ ക്രോസൊക്കെ വരും. ക്രോസ് വരുന്നേരാണ് നമുക്ക് വലിയ ഇടങ്ങാറാകാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവിന് ലെങ്ത്ത് കിട്ടൂല. ലാസ്റ്റിലേക്ക് വരുന്ന നമ്മൾ സ്ലീവിന് എടുക്കുന്നതാണല്ലോ, അപ്പോൾ സ്ലീവിന് എന്താവും, ലെങ്ത്ത് കുറയും. അങ്ങനെ ആവുന്നവരൊക്കെ ചിലത്. എനിക്ക് ഇതിൽ ക്രോസ് കിട്ടിയിട്ടുണ്ട്. ക്രോസ് കിട്ടിയതിനെ കൊണ്ട് തന്നെ എന്താവും, സ്ലീവ് കറക്റ്റായിട്ട് കിട്ടൂല. ഇപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്ക് ഏരിയ ആണ് കേട്ടോ. യോക്ക് ഏരിയ എന്ന് പറയുന്നത് 11 ഇഞ്ചസ് ആണ്. പക്ഷേ ഒരിക്കലും നമ്മൾ 11 ഇഞ്ചസ് കട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞതിനോട്ട് അതിൽ +1 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ച് കട്ട് ചെയ്യണം. മാറിപ്പോകരുത്, 11 ഇഞ്ച് കട്ട് ചെയ്യരുത്. 11 ഇഞ്ച് കട്ട് ചെയ്ത് അതിനെക്കൊണ്ട് ലെങ്ത്ത് കുറയും. എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് എടുക്കേണ്ടത് യോക്കിൻ്റെ കറക്റ്റ് വേണ്ടി അതിമൊന്ന് 1 ഇഞ്ച് കൂട്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കറക്റ്റ് അളവ് എടുക്കുകയാണ്. 12 ഇഞ്ച് എടുത്തിട്ട് 2-3 പ്രാവശ്യം ഞാൻ മെഷർമെൻറ്റ് നോക്കി. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ താഴത്തെ പീസ് കാണുന്നില്ലേ, ആ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഈ താഴത്തെ പീസാണ് നമ്മൾ എന്തിനോട്ടേക്ക് എടുക്കുക, സ്ലീവിലോട്ടേക്ക്. സ്ലീവിന് എടുക്കുന്ന പീസാണ് ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇതിന് ചെറിയൊരു ക്രോസ് ഉണ്ട്. ക്രോസ് കട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചിലതിന് ക്രോസ് വരും കണ്ട, ആ ക്രോസ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്ലീവിന് ലെങ്ത്ത് കിട്ടും. എനിക്കിത് ടോട്ടൽ കിട്ടിയത് 14 ലെങ്ത്ത്. അതൊരു മുട്ടുകൈൻ്റെ ഒക്കെ അടുത്ത് വരെ ഉണ്ടാവും. അപ്പോൾ ആ ക്രോസ് കട്ട് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, ആ സ്ലീവിൻ്റെ അവിടെ മാറ്റി വെക്കുക. പിന്നെ അത് 2ആയിട്ട് കട്ട് ചെയ്യുക. ആ ഒരൊറ്റൊരു വീതിയിലുള്ള പീസ് എന്ത് ചെയ്യുക, സെൻറ്റർ കട്ട് ചെയ്തിട്ട് 2 പീസാക്കുക. കൈക്ക് വേണ്ടി ജോയിൻ്റ് ചെയ്യാനാണ് കേട്ടോ. ഇതിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. 2ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക, കൈക്ക് 2 പീസ് കിട്ടും. ഒരു കൈക്കായിട്ട് അങ്ങനെ 2 പീസായിട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്യാം. ഇതൊരു 8 ഇഞ്ചസ് വിഡ്ത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ XXL, XXL വരെയൊക്കെ യൂസ് ചെയ്യാം, സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാറ്റി വെക്കാം. നമുക്കിതിന് ഇനി യോക്ക് ഏരിയ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. യോക്ക് ഏരിയക്ക് നമുക്ക് സിബ് വരുന്ന പാർട്ടാണ്. സിബ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കും, സെൻറ്റർ സിബാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗമില്ലേ, ഓപ്പൺ ചെയ്യുന്ന ഭാഗം, അതൊക്കെ കറക്റ്റാക്കി വെക്കുക. കാരണം നമ്മൾ അവിടെ നിന്നാണ് കൈക്കെടുക്കുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോൾ അത് കറക്റ്റ് വെക്കുക. എന്നിട്ട് സിബ് വെക്കുന്നതിന് സെൻറ്ററിന് നമ്മളൊരു 1/2 ഇഞ്ച് എന്താക്കുക, ഒന്ന് മാർക്ക് ചെയ്ത് വിടുക. അവിടെയാണ് നമ്മൾ സെൻറ്റർ സിബ് വരെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ആ 2ഉം കൂടെ ആണല്ലോ ഇട്ടത്, വീഡിയോ കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2ഉം കൂടെ ഇട്ടിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താക്കുക, നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താക്കുക വെച്ചാൽ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഇപ്പോൾ മെഷർമെൻറ്റ് കാണിക്കുകയാണ്. എനിക്ക് ഓൾറെഡി നമുക്ക് പാറ്റേൺ ഉണ്ട്, എന്നാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 7.5 നമ്മൾ എന്തിനെടുത്ത്, ഷോൾഡർ എടുത്ത്. നമുക്കിത് കറക്റ്റ് ഫിറ്റ് വേണ്ടാലോ, നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി വെയറിനല്ലേ. ഒരു 7.5 ഷോൾഡറും ഒരു 2.25 കഴുത്ത് കൊടുത്ത്, കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുന്നേരം ഒരു 3 ഇഞ്ചാവും. ഒരു 7.5 ആയിട്ട് നമ്മൾ കഴുത്ത് ക്രോസ് ആക്കിയിട്ടോ, ഡയറക്റ്റ് അല്ല, ക്രോസ് ആക്കി എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ചെറുങ്ങനെ ഒരു കേവ് കൊടുക്കുക, ഒരു വീനക്ക്.
അത് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുന്നേരം എന്തായാലും 8 ആവും. ചില ആൾക്കാർക്ക് അതിൽ കഴുത്ത് കൂടുതൽ വേണം, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് വരയ്ക്കാം. ഇങ്ങനെ അതെന്തിനാ വെച്ചാൽ സിബ് വെക്കേണ്ടിയിട്ടാണ്. ആ ഒരു സ്ട്രെയിറ്റ് ഇല്ല, ആ സ്ട്രെയിറ്റ് തന്നെ വരക്കാം. പിന്നെ നമ്മൾ ക്രോസാക്കി കൊടുക്കുക, ഷോൾഡർ ക്രോസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക വെച്ചാൽ ആം ഹോള് ഒരു 7 എടുക്കുക. 7 എടുത്തിട്ട് മാർക്ക് ചെയ്യുക. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓൾറെഡി ഇതിന് പാറ്റേൺ ഉണ്ട്, എനിക്ക് പാറ്റേൺ വെച്ച് കട്ട് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. 7 എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് എത്രയാണോ നിങ്ങളെ ബ്രസ്റ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 44, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും. 11ൻ്റെ കൂടെ പ്ലസ് 1.2 വേണമെങ്കിൽ നിങ്ങൾക്ക് 1 കൊടുത്താൽ മതി, ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് പോലെ കേട്ടോ. 1.2 എടുക്കുന്നുണ്ട്. അപ്പോൾ 12.2 12.4 ഇഞ്ച് ഞാൻ ബ്രസ്റ്റിൻ്റെ വിത്ത് എടുക്കുന്നുണ്ട്. ആ ഒരു വിത്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ തട്ടത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ XXL ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, അങ്ങനെ എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബെസ്റ്റ് പോയിൻ്റ് അല്ല, ബെസ്റ്റിൻ്റെ ഏരിയ മാർക്ക് ചെയ്യുക. എത്രയാണോ വിത്ത് വേണ്ടിയത് 12.4 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആം ഹോള് കറക്റ്റ് ചെയ്യണം. 12.4 ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നോക്കണേ. ഞാൻ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാട്ടോ 12.4 എടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് കൂടിയിട്ടാവും നേരം 12.4 ഉണ്ടാവും. ഓക്കെ, അത് ശ്രദ്ധിക്കണേ, അത് മാറിപ്പോകരുത്. നമ്മൾ ആ 1/2 ഇഞ്ച് മൈൻഡേ ചെയ്യണ്ട, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാ മെഷർമെൻറ്റും എടുത്താൽ മതി. എനിക്ക് ഓൾറെഡി പാറ്റേൺ ഉണ്ട്. അപ്പോൾ പാറ്റേൺ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ 1/2 ഇഞ്ച് വിട്ടിട്ടാട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ കറക്റ്റാണ്, ആ ഒരു ആമോളും ഒക്കെ കറക്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ സൈഡൊക്കെ മാർക്ക് ചെയ്ത് ഞാൻ മാറ്റി വെക്കാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ബാക്ക് ആമോളും ഫ്രണ്ട് ആമോളും രണ്ടും ഡിഫറെൻ്റാണെന്ന് അറിയാമല്ലോ. ഞാൻ ഇത് മൊത്തം ഒരു ബിഗിനേഴ്സിന് വേണ്ടി പറയുന്ന പോലെ കേട്ടോ ഞാൻ ടോട്ടലി പറയുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ആം ഹോളിൻ്റെ ഫ്രണ്ട് എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ ഇപ്പോൾ 7 ഇഞ്ച് എടുത്തതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ പാർട്ട് കാണുകയാണ്. അതിൻ്റെ സെൻറ്റർ പാർട്ട് കണ്ടിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്യുക. അത് കുഴിച്ച് കട്ട് ചെയ്യൂലേ. എന്നാലാണ് ആ ഫ്രണ്ടും ബാക്കും കുഴിച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഒരൊറ്റ കട്ടിങ്ങാണ്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല, നമുക്കൊരു ഫിനിഷിങ് കിട്ടിയില്ല. എന്നിട്ട് ആ ഒരു ആം ഹോളിൻ്റെ എൻഡും ആ ഒരു ചെസ്റ്റ് പാർട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ എന്തായാലും 1 ഇഞ്ച് മുകളിലോട്ടേക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വെച്ചാണ്. എന്നിട്ട് ഡെയിലി വെയറൊക്കെ അന്നേരം ഒരു നോർമലി കട്ട് ചെയ്യുന്ന പോലെയൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം അതൊരു ലൂസ് ഫിറ്റ് അല്ലേ. ഞാൻ അതിൻ്റെ പാറ്റേൺ വെച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ രണ്ടും ഒന്നായിട്ടാണ് ഇട്ട് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് എന്നെ ഇട്ടിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് സ്ലീവ് കിട്ടൂല. സ്ലീവ് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ബാക്കിയാണ് നമ്മൾ സ്ലീവിന് എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ഒന്നായിട്ടിട്ട് കട്ട് ചെയ്യുന്നേരം നെക്കിൻ്റെ അവിടെ ഒന്നായിട്ടിട്ട് കട്ട് ചെയ്തിട്ടാ, അത് ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പം ബാക്കും ഫ്രണ്ടും ഒന്നായിട്ട് എന്നായിട്ട് കട്ട് ചെയ്യുന്ന പേടിക്കുക വേണ്ട, പേടിക്കാതെ തന്നെ കട്ട് ചെയ്തോ. നമുക്ക് ബാക്കൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഫ്രണ്ടിൻ്റെ ഇവിടെ ഇല്ലേ, അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യണം. ബാക്കും ഫ്രണ്ടും ഒന്നായിട്ടിട്ട് കട്ട് ചെയ്യുന്ന 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് കട്ട് ചെയ്യാം. എല്ലാം പെട്ടെന്ന് കഴിയുന്നുള്ള രീതിയിൽ കട്ട് ചെയ്യരുത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആമോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗമില്ലേ, ഇതാണ് നമ്മൾ സ്ലീവ് ഞാൻ ഇപ്പോൾ മാറ്റി വെച്ചത്. അതാണ് സ്ലീവിന് എടുക്കാൻ. ഇപ്പം ഞാൻ ഷോൾഡർ സ്ലോപ്പൊക്കെ കട്ട് ചെയ്ത് ഇനിയിപ്പം ബാക്കും ഫ്രണ്ടും ഞാൻ സെപ്പറേറ്റ് ആക്കുകയാണ് കേട്ടോ. സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ടിൻ്റെ നെക്കും ബാക്കിൻ്റെ നെക്കും സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്യണം. അല്ലാതെ 1, 2 ഒന്നായിട്ടിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാവും, മൊത്തത്തിൽ കുളമാവും. അപ്പോൾ ഫ്രണ്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ നെക്കിൻ്റെ പാർട്ടില്ലേ ഞാൻ അവിടെ അങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കി, അവിടെ ഒരു സ്ട്രെയിറ്റ് ഒരൊറ്റ കട്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു കേവായിട്ട് വീനക്ക് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പീസ് നമുക്ക് ക്രോസ് പീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ഒന്നും കളയണ്ട, എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പാർട്ടിലെ 2 പീസാക്കി കൊടുക്കുക. 2 പീസാക്കിയിട്ട് മാറ്റി വെക്കുക. ഇതാണ് നമ്മളെ ഫ്രണ്ട് പാർട്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ, നമ്മൾ മാറ്റി വെക്കുകയാണ്. ഇനി ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ ഒരാൾക്ക് പാറ്റേൺ ഇല്ലാത്ത ആളാണെങ്കിൽ ഇതേപോലെ 7.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നൊരു 7 ഇഞ്ച് താഴത്തേക്ക് എടുക്കുക. നമ്മൾ ഓൾറെഡി സ്ലോപ്പ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നമില്ല. 7 ഇഞ്ച് താഴത്തേക്ക് എടുക്കുക. അത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, 7 ഇഞ്ച്. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ബസ്റ്റിൻ്റെ ഏരിയ അത് 12.4 കറക്റ്റ് ആ എഡ്ജ് മുതൽ ഈ എഡ്ജ് വരെ
മാർക്ക് ചെയ്യണേ. നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അരയിഞ്ച് വിട്ടിട്ടാണെങ്കിൽ അത് വിടണ്ട, ബാക്ക് പീസാണ്. എന്നിട്ട് അവിടെ അരയിഞ്ച് എക്സ്ട്രാ ഉണ്ടാവും, കാരണം നമ്മൾ ഓൾറെഡി ഫ്രണ്ടും ബാക്കും വെച്ച് കട്ട് ചെയ്താണ്. അപ്പോൾ ആ ഒരു അരയിഞ്ച് അവിടെ മാർക്ക് ചെയ്ത് വിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആം ഹോളും പിന്നെ നെക്കും ഒക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നെക്ക് ഞാനൊരു 2.25 എടുത്തിട്ടുണ്ട്, 3 ഇഞ്ച് താഴത്തേക്കും. 2.25 എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് വരുന്നേരം അത് 3 ആയിക്കോളും. 3 എടുത്താൽ സ്റ്റിച്ച് ചെയ്ത് വരുന്നേരം അതൊരു 3.25 അല്ലെങ്കിൽ 3.5 ആയിക്കോളും. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആം ഹോളും നെക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മുന്നേ എൻ്റെ പാറ്റേൺ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു മാർക്കിങ്ങിൽ കറക്റ്റാണ്. ആകെ ഒന്ന് ആ ഒരു ഏരിയ ഇല്ലേ അരയിഞ്ച്, അത് മാത്രമേ എക്സ്ട്രാ വരുള്ളൂ. ബാക്കിയൊക്കെ പെർഫെക്റ്റാണ്. കണ്ടോ, അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ടും ബാക്കും വെച്ച് കട്ട് ചെയ്യുന്നേരമുള്ള പേടിയൊന്നും വേണ്ട. എന്ത് പേടിക്കാതെ ചെയ്തോ, റെഡിയാവും. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. എല്ലാം കാണുന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നെ അതൊക്കെ അങ്ങ് റെഡി ആയിക്കോളും. ചെയ്ത് നോക്കിക്കൊണ്ട് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ബാക്ക് പീസ് വരുന്നത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും അങ്ങനെ നമുക്ക് രണ്ടും റെഡി ആയി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താണ് സ്ലീവിലാണ് ആവശ്യം, സ്ലീവിൻ്റെ ആവശ്യമാണ്. ഇത് ബാക്ക് പീസ് ഞാൻ അവിടത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് റെഡിയാക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഫ്രണ്ട് പീസിൽ എങ്ങനെയാണ് സിബ് വെച്ചാൽ വരികയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട് പീസ് കണ്ടോ, അതിലൊരു ഇത് കണ്ടോ, ഒരു ഗ്യാപ്പ് അവിടെ, വീനക്ക് കറക്റ്റ് അല്ലല്ലോ. അവിടെ സിബ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വീനക്ക് കിട്ടും. നമ്മളൊരു അരയിഞ്ച് കൊടുത്തില്ലേ, ആ 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ സിബ് വെക്കുക. ഈ ഭാഗത്തിന് മാത്രം അല്ല കേട്ടോ സിബ് വെക്കാൻ, നമ്മൾ താഴത്തെ ബോട്ടം ഏരിയയിലും കൂടിയിട്ടാണ് സിബ് വെക്കുക. ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു 1/2 ഇഞ്ച് കണ്ടില്ലേ, 1/2 ഇഞ്ച് രണ്ട് ഉള്ളിലോട്ടേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, കറക്റ്റ് വീനക്ക് കിട്ടും. കണ്ടാ, കറക്റ്റായിട്ട് തന്നെ വീനക്ക് കിട്ടും. ആ 1/2 ഇഞ്ച് എന്തിന് പോകും, സിബിന് പോകും. ഓക്കെ നമ്മൾ തന്നെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം വേറെ ഐഡിയ കിട്ടും. അങ്ങനെ ചെയ്യുന്നേരം മാത്രമേ എന്ത് കാര്യവും നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഫ്രണ്ട് ഏരിയ അവിടത്തേക്ക് മാറ്റി വെക്കട്ടെ. നമുക്കിനി സ്ലീവ് റെഡിയാക്കാം കേട്ടോ. ഇതാണ് സ്ലീവിൻ്റെ പീസ്. നമ്മൾ ഷോൾഡർ ഏരിയയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞില്ല, അല്ല ആംബോൾ ഏരിയയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്ത വേസ്റ്റാണ് കേട്ടോ ഇത്. ആ ഒരു വേസ്റ്റ് ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, സ്ലീവ് കൊടുക്കുന്നത്. ഒരു 4 ഇഞ്ച് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് മുകളിലോട്ടേക്ക് പിടിക്കുക. ആ 4 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുക്കുക. എന്നിട്ട് ഒരു കേവ്, ഒരു നോർമൽ സ്ലീവ് വരക്കുന്ന പോലെ സ്ലീവിന് എങ്ങനെയാണെന്ന് വരക്കാൻ അതേപോലെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക. ആ ഒരു എഡ്ജ് കണക്കാക്കിയിട്ട് സ്ലോപ്പ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ മുകളിൽ വരുന്ന ഒരു 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ച് എടുത്തിട്ട് ഞാനൊരു സ്ലീവിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് സ്ലീവ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കട്ട് ചെയ്യാൻ. ഇത് നോർമൽ ഡെയിലി വെയർ ആയതുകൊണ്ട് ആ ഒരു ചെറിയ കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് നോർമലായിട്ട് കട്ട് ചെയ്തെടുത്ത സ്ലീവാണ് കേട്ടോ. ഇതിന് പക്ഷേ ഞാൻ എന്തായാലും കൈക്കുഴിയിലുള്ള നമ്മളെ ആ ഫ്രണ്ട് ഏരിയയിലോട്ടേക്ക് ഒന്ന് കുഴിച്ച് വെട്ടൂലേ, അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ ഫ്രണ്ട് ഏരിയ ഒക്കെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാനെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു കേട്ടോ. 1 ഇഞ്ച് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് പിടിക്കുക, ഒരു ഭാഗം മാത്രം ഓപ്പൺ ചെയ്ത് പിടിക്കുക. എന്നിട്ട് 1 ഇഞ്ച്, ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടാണ് കേട്ടോ, പക്ഷേ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. ആ 1 ഇഞ്ച് കണക്കാക്കിയിട്ട് ഫസ്റ്റിലത്തെ പീസ് ഒന്ന് നീക്കി വെക്കുക. അപ്പോൾ കണ്ട കറക്റ്റ് നമുക്ക് കുഴിച്ചെത്രയാണോ കട്ട് ചെയ്യേണ്ടത് കറക്റ്റ് കിട്ടി. അന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, പക്ഷേ എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. കറക്റ്റ് കിട്ടി. പക്ഷെ ഞാൻ അത്രയും അങ്ങ് കുഴിച്ചില്ല, കാരണം റെഡി ആയിക്കില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട്. കണ്ടാ ആ ഒരു ബാക്കിയുള്ള പീസ് മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യേണ്ട ഭാഗം കിട്ടി. നല്ല ഐഡിയ അല്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ എനിക്കത് യൂസ്ഫുള്ളായെന്ന് തോന്നിയാണ്ട് കറക്റ്റ് സ്ലോപ്പായിട്ട് കിട്ടി. ഇനി നമ്മൾ അവിടെ ഒന്ന് നോച്ച് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സ്ലീവ് മാറ്റി വെക്കുക. സ്ലീവ് മാറ്റി വെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് സ്ലീവിലോട്ടേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമില്ലേ, അത് നമ്മൾ ആദ്യം ഓൾറെഡി അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്കിയൊരു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിലോട്ടേക്ക് ഇങ്ങനെ വെച്ച് നോക്കുക എത്ര ലെങ്ത്ത് കിട്ടും. എനിക്കിതിന് 14 ഇഞ്ചസായിട്ട് കിട്ടി. നമ്മളിപ്പോൾ ലെങ്ത്ത് കണക്കാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഒഴിച്ച് വിട്ടിട്ട് വേണം ലെങ്ത്ത് നോക്കാൻ. കണ്ടോ, ഞാൻ ടാപ്പ് വെച്ചത് എവിടെയാണ്, കറക്റ്റ് മോൾ ഭാഗത്തല്ല, 1/2 ഇഞ്ച് വിട്ടിട്ട് എന്നിട്ടാണ് ടാപ്പ് വെച്ചത്. അതേപോലെ തന്നെ ആ ഒരു പീസ് ഞാൻ 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് ഇട്ടത്. 1 ഇഞ്ച് നമുക്ക്
മടക്കി അടിച്ചാൽ പോവും. 15 ടോട്ടൽ കിട്ടിയത്. 1 ഇഞ്ച് മടക്കി അടിച്ചാൽ പോവും, ബാക്കി നമുക്ക് 14 കിട്ടും. അങ്ങനെ നമ്മളെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടാണ്. ആകെ വേസ്റ്റ് വന്നത് ഇതുമ്പോൾ നമ്മൾ ക്രോസ് പീസ് എടുക്കാമെന്ന് പറഞ്ഞ് നമുക്കിതുമെന്ന് ക്രോസ് പീസും കൂടി എടുത്തളയാം. അപ്പോൾ നമ്മളെ ക്രോസ് പീസും ആയി. എന്നിട്ട് നമുക്ക് ബാക്കി ബാലൻസ് വന്ന ഐറ്റംസ് ആട്ടോ ഇത്, ആകെയുള്ള ബാലൻസ്. പക്ഷേ അതുമൊന്നും നമുക്ക് യൂട്ടിലൈസ് ചെയ്യട്ടെ. ആ ഒരു ആമോൾ കട്ട് ചെയ്ത ഏരിയയില്ലേ, സ്ലീവിന് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ബാക്കി ഇതുമൊന്നും നമുക്ക് ക്രോസ് പീസ് എടുക്കാം. കണ്ടാ, അതുമൊന്നും ക്രോസ് പീസ് കിട്ടി. അപ്പോൾ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാനുള്ള മെറ്റീരിയൽ മൊത്തം ഇതുമൊന്നും കിട്ടിയില്ലേ. പുറത്തുനിന്ന് ഒരു കഷ്ണം പോലും മെറ്റീരിയൽ എടുക്കണ്ട. നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളെ മെറ്റീരിയൽ കിട്ടുന്നത്. കണ്ടാ, ഞാനിതൊന്ന് ക്രോസ് പീസ് പിന്നും കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ആകെ ബാലൻസ് വന്ന ഈ തുണ്ടുകൾ മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പുറത്തുനിന്നൊരു മെറ്റീരിയലിൻ്റെ പീസ് പോലും എടുക്കാതെ നമുക്ക് ലാഭിക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ലാഭമായിരിക്കും അത്. എനിക്കിപ്പോൾ ഭയങ്കര ലാഭമായിട്ടാണ് അത്. കാരണം പുറത്തുനിന്ന് പിന്നെ മെറ്റീരിയൽ എടുക്കുക എന്ന് പറയുന്നത് അതൊരു എക്സ്പെൻസാണ്. ഇതൊക്കെ റെഡിയായി, ക്രോസ് പീസായി, സ്ലീവിൻ്റെ ആയി, ഒക്കെ അതിൽ നിന്ന് തന്നെ കിട്ടി. അപ്പോൾ ഒരു അടിപൊളി ഡെയിലി വെയർ, മെറ്റേണിറ്റിയിലൊക്കെ ഡെയിലി വെയർ ചെയ്യുന്നവർക്ക് ഇതൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ എനിക്കെന്താണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ അല്ലെങ്കിൽ ഒരുപാടായിപ്പോയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെയാണ് ഞാൻ ഇതിൽ നന്നാക്കേണ്ടത്, എൻ്റെ ഈ ഒരു ഞാൻ പറഞ്ഞു തരുന്നതിൽ ഞാൻ എന്തൊക്കെ നന്നാക്കണം എന്നൊക്കെ ഉള്ളതും കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾ സജഷൻസ് ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടെ കട്ട് ചെയ്ത് 1 ഇഞ്ചും കൂടി കയറ്റി കട്ട് ചെയ്തുവെന്ന്, എന്നാലേ സിബ് കറക്റ്റ് കുറച്ചും കൂടി ലെങ്ത്തിൽ കിട്ടുമെന്ന്. അത് കട്ട് ചെയ്യാണ് കേട്ടോ. മൊത്തത്തിൽ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. എന്നാലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. സിബ് ഉള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത്. വിത്തൗട്ട് സിബാണെങ്കിൽ ഈസി കോസി, ഒന്നും നോക്കണ്ട. സിബിൻ്റെ ആ ഒരു അറേഞ്ചൊന്നും എടുക്കണ്ട, കറക്റ്റ് നേരെ തന്നെ കട്ട് ചെയ്ത് പ്ലീറ്റൊക്കെ ഇട്ടിട്ട് റെഡിയാക്കാം. പിന്നെ ഇതിൽ ഞാൻ വെച്ച് കാണിച്ചിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്റ്റിച്ച് ചെയ്യുന്ന അതിൽ കാണിക്കുന്നില്ല. എന്നാൽ എങ്ങനെ വരിക എന്നുള്ളതും എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും ഒന്നൊരു ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ തരാം. രണ്ടും ഫസ്റ്റ് ജോയിൻ്റ് ചെയ്യാം. ഒരു യോക്കും ഒരു യോക്ക് ഏരിയയും, ഒന്നിനും ഒരു യോക്ക് ഏരിയ ഒരു ബോട്ടം ഏരിയ, അങ്ങനായിട്ട് ഫസ്റ്റ് ജോയിൻ്റ് ചെയ്തിടുക. ജോയിൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ 1/4 ഇഞ്ചിലാണെങ്കിൽ ആ ഇപ്പുറത്തും അതേ സെയിം 1/4 ഇഞ്ചിൽ തന്നെ ജോയിൻ്റ് ചെയ്യാം. അല്ല കാണാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് നീക്കിത്തട്ടെ. എന്നിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ സിപ്പ് വെക്കുക. എന്നാലേ അത് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് ഫസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ സിബിൻ്റെ ലെങ്ത്ത് കുറവാണെന്ന് തോന്നിയപ്പോൾ കേട്ടോ ഞാനത് രണ്ടാമതും കട്ട് ചെയ്യാൻ നിന്നത്. അപ്പോൾ ഇങ്ങനെ സിബ് വെച്ച് വരുന്നേരം കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും. വിത്തൗട്ട് സിബാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല, നേരെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ജോയിൻ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ചിന്ത എന്താണെന്ന് ശരിയാവണമെന്നൊന്നും ഇല്ല. എന്നാലും നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പക്ഷേ നെക്സ്റ്റ് ടൈം നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഓരോരോ വീഡിയോ ഞാൻ സജഷനിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ ചെയ്യാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരട്ടെ. ഇതേ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ഇഞ്ചും കൂടി താഴത്തേക്ക് ഞാൻ സിബ് കട്ട് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യുക. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് എത്രയാണോ സിബ് വേണ്ടിയത്, സിബിൻ്റെ ലെങ്ത്തും ആദ്യം നോക്കുക കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ളത് ചെറിയ സിബാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തൊക്കെ കണക്കാക്കിയിട്ട് വേണം കേട്ടോ സിബിൻ്റെ ഗ്യാപ്പ് കട്ട് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ബായ്. എനിക്ക് അറിയില്ല കേട്ടോ, സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട് നിങ്ങളെങ്ങനെയാണ് എൻ്റെ വീഡിയോ എടുക്കാമെന്നൊന്നും, അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടു തീർക്കുക, അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാം ഞാൻ സ്വീകരിക്കും. ഓക്കെ, ബായ്. പോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളിങ്ങനെ വീഡിയോ കണ്ടു പോകാതെ എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെങ്ങനെ കാണാമെന്ന് വിചാരിക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്തോ, എന്നാലും ഞാൻ പുതിയ അപ്ഡേറ്റൊക്കെ അടിപൊളി അപ്ഡേറ്റൊക്കെ ഞാൻ ഇടും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എൻ്റെ അപ്ഡേറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ടെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ. അപ്പോൾ എന്തായാലും ഞാൻ പോകാം കേട്ടോ. ഓക്കെ, ബായ്.